Hello everyone, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്ലൂയിഡ് മെക്കാനിക്സ് സബ്ജക്റ്റിൻ്റെ 4th പാർട്ടാണ്. ഇതിനകത്ത് എഫ്എമ്മിൽ 3rd ടോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ഓൺ സർഫേസസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ ഇൻട്രൊഡക്ഷൻ. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക്ക് കൊണ്ടിട്ടാണ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ഒരു ബ്രാഞ്ച് ആണ്. വെയർ വി ഡിസ്കസ് അബൌട്ട് ദ സ്ട്രെസ്സസ് ജനറേറ്റഡ് ഇൻ എ ഫ്ലൂയിഡ് സിസ്റ്റം വെൻ ഇറ്റ് ഈസ് ഇൻ റെസ്റ്റ് ഓർ ഇൻ സ്റ്റാറ്റിക് കണ്ടീഷൻ. ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സസ്, അതിന് പറയുന്ന പേരാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഒബ്വിയസ്ലി ഈ ഫ്ലൂയിഡ് പ്രഷർ അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് എന്ന് പറയുന്നത് ഏത് സർഫസിലാണോ ആക്ട് ചെയ്യുന്നത് അതിന് നോർമലായിട്ടായിരിക്കും എപ്പോഴും അതിൻ്റെ ആക്ഷൻ വരുന്നത്. So, these are the different surfaces that is submerged in water. Plain surfaces ആകാം, അത് curved surfaces ആവാം. Plain surfaces തന്നെ കംപ്ലീറ്റ്ലി ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സർഫസസ് ആവാം, കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ ആയിട്ടുള്ള സർഫസസ് ആവാം, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസസും വരാം. So, before going to the derivation of the different hydrostatic forces, നമുക്ക് ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും അല്ലെങ്കിൽ CP എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ പ്രഷർ അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ദ ഫോഴ്സ് എക്സേർട്ടഡ് by a static fluid on a surface, either it is a plane or a curved surface, when the fluid comes in contact with the surface. സ്റ്റാറ്റിക് ഫ്ലൂയിഡ് ഒരു സർഫസുമായിട്ട് കോൺടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ആ ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോട്ടൽ പ്രഷർ എന്ന്. ഇറ്റ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി സർഫസ്. ദ റിസൾട്ടന്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ ഈ ടോട്ടൽ പ്രഷർ പാസ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് പ്രഷർ എന്ന്. ഓക്കെ, HCP എന്താണെന്ന് നമ്മൾ ഇനി വീഡിയോയിൽ കാണും. സോ ഇത്രയാണ് ഡെഫിനിഷൻ ഓഫ് ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പം നമുക്ക് ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ഡെറിവേഷനിൽ നിന്നും തുടങ്ങാം. ഒബ്വിയസ്ലി ഡെറിവേഷൻ പറയുന്നില്ല, ഡെറിവേഷൻ അത്രയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല, ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് കോൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ആദ്യമേ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് കൺസിഡർ ചെയ്യുക. ദിസ് ഈസ് എൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ്. അത് ഫ്രീ സർഫസ്, ദിസ് ഈസ് എ ഫ്രീ സർഫസ് ഓഫ് ദ വാട്ടർ. ഫ്രീ സർഫസ് ഓഫ് ദ വാട്ടറുമായിട്ട് θ° ആംഗിൾ ഇൻക്ലൈൻഡ് ആയി ഇരിക്കുന്ന ഒരു സർഫസ് ആണ്. ലെറ്റ് ദിസ് പോയിന്റ് ബി ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ഫ്രീ സർഫസ്. ആക്ച്വലി നമ്മൾ ഈ കാണുന്നത് സെക്ഷൻ ആണ് കാണുന്നത്. ഈ പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ക്രീനിന് പെർഫെക്റ്റ്ലി നോർമലായിട്ടാണ് ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ഉള്ളത്. അത് 3D പോലെ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് അപ്പിയർ 3D ഒബ്വിയസ്ലി. ഇങ്ങനെ ആയിരിക്കും ഉള്ളത്. ഈ പോർഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന സെക്ഷൻ. ഇവിടെ കാണിച്ചിരിക്കുന്ന സെക്ഷൻ ഈ ഒരു പോർഷനാണ്. It is normal to our screen. This surface is placed normal to our screen. ഓക്കെ, അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രീ സർഫസിൽ നിന്നും എത്ര ഡെപ്ത് താഴെയാണെന്നുള്ളതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാനായിട്ട് H⁻ എന്നുള്ള ഡിനോട്ടേഷൻ ഉപയോഗിക്കാം. ഓക്കെ, നമ്മൾ ഇനി പ്രഷർ എടുക്കുമ്പോൾ പ്രഷറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പ്രഷർ ഈക്വൽ ടു ρ ഇൻറ്റു G ഇൻറ്റു H ആണ്. പ്രഷർ ഈക്വൽ ടു ρ ഇൻറ്റു G ഇൻറ്റു H ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ടോപ്പ് എൻഡിൽ പ്രഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ഒബ്വിയസ്ലി നോർമൽ ടു ദി സർഫസ്. ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് വാട്ടർ സർഫസിൽ നിന്നും H1 ഡെപ്ത് താഴെയാണെങ്കിൽ ടോപ്പ് ഡെപ്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ρg ഇൻറ്റു H1 ആണ്. താഴോട്ട് വരും തോറും പ്രഷർ കൂടിക്കൂടി വരും. H2 ഡിസ്റ്റൻസ് ആണ് ഏറ്റവും ബോട്ടം പോയിന്റിൻ്റെ ഫ്രീ സർഫസിൽ നിന്നുള്ള ഡെപ്ത് എങ്കിൽ ഏറ്റവും ബോട്ടത്തിൽ വരുമ്പോഴേക്കും ഇറ്റ് വിൽ ബി ρg ഇൻറ്റു H2 ആണ്. ഓക്കെ, ρg ഇൻറ്റു H2. അപ്പോൾ ഇതിനെ ജോയിൻ ചെയ്ത് നമുക്ക് ഇതിൻ്റെ പ്രഷർ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. പ്രഷർ ഡയഗ്രാം വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഡെപ്ത് കൂടുന്തോറും ഒബ്വിയസ്ലി പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രഷർ ഇൻറ്റു ഏരിയ മീൻസ് ദ ഏരിയ ഓഫ് ദ സർഫസ്. സോ ദിസ് ഈസ് ദ ഏരിയ വി ആർ ടോക്കിംഗ് അബൌട്ട്. ഈ ഏരിയയ്ക്ക് കറക്റ്റ് നോർമലായിട്ട് ഫുൾ നോർമൽ ഡെപ്തിൽ
വാട്ടറിൻ്റെ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ടോട്ടൽ ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ആയിട്ടുള്ള എഫ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ പ്രഷർ ഇൻറ്റു ഏരിയ, ജസ്റ്റ് ഇമാജിൻ ഇത് ഏറ്റവും മുകളിലുള്ള പ്രഷർ റോ ജി H1 ആണ്. ഏറ്റവും താഴെയുള്ള പ്രഷർ എന്ന് പറയുന്നത് റോ ജി H2 ആണ്. ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. സോ അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രഷർ എന്ന് പറയുന്നത് ജസ്റ്റ് ഇമാജിൻ ഇറ്റ് ഇസ് റോ ജി ഇൻറ്റു എച്ച് ബാർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ ഇൻറ്റു ഏരിയ. ഡെറിവേഷനായിട്ട് പറയാമല്ലോ, ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. എഫ് ഓർ ദ ടോട്ടൽ പ്രഷർ ഓൺ ദ ഇൻക്ലൈൻഡ് സർഫസ് വിൽ ബി റോ ജി എച്ച് ബാർ ഇൻറ്റു ഏരിയ. ആക്ച്വലി ഇറ്റ് ഇസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ സൈൻ തീറ്റ ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആണെങ്കിൽ റോ ജി എച്ച് ബാർ ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു ഏരിയ ആണ്. ഇൻ കേസ് ഓഫ് വെർട്ടിക്കൽ ആകുമ്പോഴാണ് ഈ ഇക്വേഷൻ വരുന്നത്. വെർട്ടിക്കൽ സർഫസിൽ ഒബ്വിയസ്ലി തീറ്റയുടെ വാല്യൂ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കലിൻ്റെ കേസിൽ ഇക്വേഷൻ റോ ജി എച്ച് ബാർ ഇൻറ്റു ഏരിയ ആണ്. സോ ഇത്രയാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇക്വേഷൻ ഫൈനലായിട്ട് നമുക്ക് ഒന്നും കൂടി എഴുതാം. ഇൻ കേസ് ഓഫ് എൻ ഇൻക്ലൈൻഡ് സർഫസ്, ടോട്ടൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ദ റിസൾട്ടന്റ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഓർ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ സൈൻ തീറ്റ ഇൻറ്റു ഏരിയ. വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ, വെർട്ടിക്കൽ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ വിത്ത് ദ ഫ്രീ സർഫസ് ഇറ്റ് ഇസ് 90 ഡിഗ്രി. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു റോ ജി എച്ച് ബാർ ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, ദറ്റ് ഈസ് അബൌട്ട് ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ഇനി നമുക്ക് സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഡെപ്ത് എത്രയാണ് വരുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കുന്ന നമ്മൾ ഒരുപാട് ഡെറിവേഷനിലേക്ക് പോകുന്നില്ല. ബട്ട് സിംപ്ലി നോക്കുകയാണെങ്കിൽ ഓക്കെ, വൺസ് മോർ നമുക്ക് ആ ഫിഗർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻക്ലൈൻഡ് സർഫസ് ഈസ് ഹിയർ, തീറ്റ ആംഗിളിലാണ് ഇത് ഇൻക്ലിനേഷൻ ഉള്ളത്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്, അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് എച്ച് ബാർ ആണ്. ഇറ്റ്സ് CP ഓർ ദ സെൻറ്റർ ഓഫ് പ്രഷർ വെയർ ദ ടോട്ടൽ പ്രഷർ ഈസ് ആക്ടിങ്. അതായത് എഫ് ആക്ട് ചെയ്യുന്ന പോയിന്റിന് പറയുന്ന പേരാണല്ലോ CP. സോ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ദ ഫ്രീ സർഫസ് ഇസ് ഈക്വൽ ടു H. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് H ബാർ CP എന്ന് എഴുതാം. ഈ H ബാർ CP എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. H ബാർ CP ഈക്വൽ ടു H bar plus IGXX sin square theta divided by H bar into area. Okay, H bar CP is equal to H bar plus IGXX sin square theta divided by H bar into area. അപ്പോൾ ഈ IGXX എന്താണെന്നുള്ളതായിരിക്കും അടുത്ത ഒരു ക്വസ്റ്റ്യൻ. IGXX നമുക്കൊന്ന് നോക്കാം. സോ ഇത്രയൊന്ന് ഇറേസ് ചെയ്യുകയാണ്. എഗെയിൻ വാട്ടറിൽ ഇൻമേഴ്സ് ചെയ്തിരിക്കുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് നമ്മൾ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് ഇതിൻ്റെ ഫിഗർ കറക്റ്റായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇറഗുലർ സർഫസ് ആണെന്ന് വിചാരിക്കുക. ഈ ഇറഗുലർ സർഫസിൻ്റെ ദിസ് ഈസ് ദ x ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് ദ y ഡയറക്ഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് x ഡയറക്ഷൻ. ഇതാണ് IGXX എന്ന് പറയുന്നത്. ഓക്കെ, it is the x-axis that is passing through the center of gravity of the particular surface. അതുകൊണ്ടാണ് അതിന് IGXX എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഇക്വേഷൻ ഓഫ് HCP അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ ഫ്രം ദ
ഫ്രീ സർഫസ്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കാം. ഒബ്വിയസ്ലി എപ്പോഴും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്നും താഴെയായിരിക്കും, ഇവിടെയാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ അതിന് താഴെയായിരിക്കും സെൻറ്റർ ഓഫ് പ്രഷർ വരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷന് ഡെൻസിറ്റി ആയിട്ടങ്ങ് ഒരു ബന്ധവുമില്ല. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ആംഗിൾ, ഏരിയ ഓഫ് ദ സർഫസ് ആൻഡ് ഓൾസോ ദ ഡെപ്ത് ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ സർഫസ്. ഇത്രയും കാര്യങ്ങളാണ് ഇക്വേഷൻ ഓഫ് HCPയിൽ പറയാനുള്ളത്. ഇനി നമുക്കൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിൻ്റെ HCP എവിടെയാണെന്നൊന്ന് അനലൈസ് നോക്കാം. ഇമാജിൻ എ വാട്ടർ സർഫസ് സംതിങ് ലൈക്ക് ദിസ്. ദിസ് ഈസ് എ ഹൊറിസോണ്ടൽ സർഫസ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ വാട്ടറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. വാട്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടുത്തെ പ്രഷർ ഡയഗ്രാം വരച്ചാൽ ഇത് സെറ്റ് ഹൈറ്റ് ഓഫ് H. ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരുന്നത്, ഇതിപ്പോൾ റെക്റ്റാങ്കിളാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ നടുക്ക് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇതിൻ്റെ H ബാർ എന്ന് പറയുന്നത് H എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ HCP എന്ന് പറയുന്നതും പെർഫെക്റ്റ്ലി ഓൺ ദിസ് പ്ലെയിൻ ആയിരിക്കും ഇൻ കേസ് ഓഫ് എ ഹോറിസോണ്ടൽ പ്ലെയിൻ. HCP അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ ഇതിന് ആക്ട് ചെയ്യുന്നത് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രഷറാണ്. സിൻസ് ഈ ഒരു പ്ലേറ്റിൻ്റെ എല്ലാ പോയിന്റിലും വന്നിട്ട് പ്രഷർ സെയിം തന്നെയാണ്. ദാറ്റ് ഇസ് റോ G ഇൻറ്റു H ബാർ, അതായത് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ, പ്ലെയിനിൻ്റെ കേസിൽ CP പോയിൻറ്റും അതുപോലെ CG പോയിൻറ്റും എന്ന് പറയുന്നത് സെയിം ആയിരിക്കും വെൻ ഇൻ ദ കേസ് ഓഫ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ ആ ഒരു പോയിന്റിൽ തന്നെ ആയിരിക്കും റിസൾട്ടൻറ്റ് ഫോഴ്സ് F ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ H ബാർ ഇസ് ഈക്വൽ ടു HCP ആണ്. ഇനി ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെ ഒന്ന് നോക്കാം. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻ വരുമ്പോൾ എങ്ങനെയാണ്? ഇമാജിൻ എ വാട്ടർ സർഫസ്. ദിസ് ഈസ് എ വെർട്ടിക്കൽ പ്ലെയിൻ. ഇറ്റ് ഈസ് ഹാവിങ് 90 degree with the water surface. If this is the water surface, നമുക്കറിയാം ഇക്വേഷൻ HCP ഈക്വൽ ടു H ബാർ പ്ലസ് IGXX ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ആണ്. ഈ കേസിലിട്ട് സൈൻ സ്ക്വയർ 90 ഡിവൈഡഡ് ബൈ H ബാർ ഇൻറ്റു ഏരിയ. സൈൻ സ്ക്വയർ 90, ഒബ്വിയസ്ലി ഇറ്റ് ഈസ് 1. സോ നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത് HCP ഈക്വൽ ടു H ബാർ പ്ലസ് IGXX ഡിവൈഡഡ് ബൈ H ബാർ ഇൻറ്റു ഏരിയ. ഇതാണ് HCPയുടെ ഇക്വേഷൻ ഫോർ കേസ് ഓഫ് എ വെർട്ടിക്കൽ പ്ലെയിൻ. ഓക്കെ, ഇതാണ് HCPയുടെ ഇക്വേഷനും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ പഠിച്ചു, അതുപോലെ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനും പഠിച്ചു ഇൻ കേസ് ഓഫ് ഇൻക്ലൈൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ ആൻഡ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എല്ലാത്തിനും ഹൊറിസോണ്ടൽ പ്ലെയിന് സെയിം ഇക്വേഷൻ തന്നെയാണ്. റോ G H ബാർ ഇൻറ്റു A ആണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ, എഫിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് യൂസിങ് തിയറി ദാറ്റ് വി ഹാവ് ജസ്റ്റ് സ്റ്റഡീഡ്. അതായത് ഹൈറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സിമ്പിൾ പ്രോബ്ലമാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് നോക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. PSCക്ക് ചോദിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. കുറച്ചൊരു കോൺസെപ്ഷ്യൽ ആയിട്ടുള്ളതാണ്, പക്ഷേ വളരെ സിമ്പിളാണ്. ആസ് ഡെപ്ത് ഓഫ് ഇമേർഷൻ ഓഫ് എ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഇൻക്രീസസ് ദ ലൊക്കേഷൻ ഓഫ് സെൻറ്റർ ഓഫ് പ്രഷർ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഒരു ഫ്രീ വാട്ടർ സർഫസിൽ വി ആർ പ്ലേസിങ് എ സർഫസ്. ഈ സർഫസ് നമ്മൾ താഴോട്ട് കൊണ്ടുപോവുകയാണ്, അതായത് ഡീപ്പർ ഡെപ്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് പ്രഷർ എങ്ങനെ വേരി ചെയ്യും ഫോർ ദ സർഫസ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് കംസ് ക്ലോസർ ടു ദ സെൻറ്റർ ഓഫ് ദി ഏരിയ, moves apart from the center of gravity of the area, ultimately coincide with the center of gravity of the area, it is remain unaffected. So നമുക്കൊന്ന് നോക്കാം. Okay, assume a plate that is moving downward. Inclined plate തന്നെ നമുക്ക് എടുക്കാം. It is moving downward. theta angle inclined ആണ്. ഇതിൻ്റെ ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് H ബാർ ആണ്. HCP ഇവിടെ ഫോഴ്സ്, റിസൾട്ടൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ദ HCP ഇസ് ദ ഹൈറ്റ് ഓഫ് ദി
സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ ഹൈറ്റിന് ഇക്വേഷൻ HCP ഈക്വൽ ടു H ബാർ പ്ലസ് IG ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ IGXX ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ H ബാർ ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനിൽ നോക്കുകയാണെങ്കിൽ ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ട് എടുക്കുകയാണെങ്കിൽ IGXX ഈസ് കോൺസ്റ്റൻറ്റ്, സൈൻ സ്ക്വയർ എക്സ് ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ H ബാർ മാറും, കാരണം ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ഈ പ്ലേറ്റ് താഴോട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഡെപ്ത് ഫ്രീ സർഫസിൽ നിന്നുള്ളത് കൂടുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു പോർഷനിൽ ഇത്രയും ഭാഗം കോൺസ്റ്റൻ്റ് ആണ്. IGXX സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഏരിയ എന്നുള്ള പോർഷൻ ഇറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് HCP മൈനസ് H ബാർ ഇസ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ H ബാർ എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ H ബാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെയും ഡെപ്തിലേക്ക് നമ്മുടെ പ്ലേറ്റിനെ ഇമ്മേഴ്സ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ക്വസ്റ്റ്യനിലെ ചോദ്യം അങ്ങനെയാണെങ്കിൽ HCPക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ H ബാർ കൂടി വരുന്നു. അതായത് ഈ ഒരു ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ H ബാർ കൂടുകയാണ്, H ബാർ ഈസ് ഇൻക്രീസിങ്. ഈ H ബാർ കൂടുമ്പോൾ ഒബ്വിയസ്ലി ഈ വാല്യൂ എന്ന് പറയുന്നത് അതായത് HCP മൈനസ് H ബാർ എന്നുള്ളത് കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, H ബാർ കൂടുന്നു, അപ്പോൾ HCP മൈനസ് H ബാർ എന്നുള്ള ആ ഒരു വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. വാട്ട് ഈസ് HCP മൈനസ് H ബാർ? അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹൈറ്റ് ഓഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് ദ സെൻറ്റർ ഓഫ് പ്രഷർ. അതാണ് HCP മൈനസ് H ബാർ. അതിനർത്ഥം ഈ സെൻറ്റർ ഓഫ് പ്രഷറും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും ചേർന്ന് വരികയാണ്, അല്ലെങ്കിൽ അടുത്തടുത്ത് വരികയാണെന്നല്ലേ. ഈ ഡിഫറൻസ് കുറയുമ്പോൾ അതിനർത്ഥം സെൻറ്റർ ഓഫ് പ്രഷറും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും അടുത്തടുത്ത് വരികയാണെന്നല്ലേ. യെസ്, അപ്പോൾ ആൻസർ വരുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. ഇവർ തമ്മിലുള്ള ഹൈറ്റിൻ്റെ ഡിഫറൻസ് കുറയുന്നു, അതായത് രണ്ടും അടുത്തടുത്തേക്ക് വരുന്നു. സോ ദ ആൻസർ ഈസ് ദ സെൻറ്റർ ഓഫ് പ്രഷർ വിൽ കം ക്ലോസർ ടു ദ സെൻറ്റർ ഓഫ് ദ ഏരിയ, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ഏരിയ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് IGXX ഓഫ് ഡിഫറെൻറ്റ് ഷേപ്സ് ആണ്. സിൻസ് വി ഹാവ് നോട്ട് ഡെൽറ്റ് വിത്ത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ സബ്ജക്റ്റ്, നമുക്ക് IGXX കണ്ടുപിടിക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ റെക്റ്റാങ്കിളിൻ്റെ നോക്കാം. ഇമാജിൻ എ റെക്റ്റാങ്കിൾ, ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ, ഇത് നമ്മൾ കാണുന്ന പോർഷൻ അല്ല, ഒരു ഫ്രീ സർഫസിന് താഴെയായിട്ട് റെക്റ്റാങ്കിൾ വെച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ ഫ്രീ സർഫസിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. ഫ്രീ സർഫസിൽ ഇതിൻ്റെ വിഡ്ത്ത് വരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു പോർഷൻ മാത്രമാണ്. ഈ ഒരു പോർഷനിൽ ഇവിടെയാണ് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ IGXX കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഒബ്വിയസ്ലി ഈ ഏരിയയുടെ XX എന്ന് പറയുന്നത് XX ഈസ് this direction, YY ഇങ്ങനെയാണ്. ജസ്റ്റ് assume this is the B and this D is the depth. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ നമുക്കറിയാം, ഇറ്റ് ഈസ് B into D, H bar is equal to D divided by 2 IGXX. അതായത് X ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള സെൻട്രോയിഡിലൂടെ ഉള്ള മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് BD³ ഡിവൈഡഡ് ബൈ 12 ആണ്. ഓക്കെ, സോ ഇതാണ് IGXX വാല്യൂ ഓഫ് എ റെക്റ്റാങ്കിൾ. അങ്ങനെ 1 by 1 ഓരോ ഷേപ്സിൻ്റെയും പഠിക്കാം. എനിക്ക് തോന്നുന്നു ഇതുപോലൊരു ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ് PSCയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇമാജിൻ ഒരു ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആദ്യമേ എടുക്കാം. ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ഫ്രീ സർഫസിൽ തന്നെയാണ് അതിൻ്റെ ബേസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയറക്ഷനിൽ വരച്ചിരിക്കുന്നത്. സോ ഇമാജിൻ ദിസ് ഈസ് ദ XX ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ H ബാർ വരുന്നതെന്ന് പറഞ്ഞാൽ H ബാർ നമുക്കറിയാം ടോപ്പിൽ നിന്നും ബേസിൽ നിന്നും ഇറ്റ് ഇസ് D/3 ഹൈറ്റിലായിരിക്കും ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉള്ളത്. സോ H ബാർ ഇസ് ഈക്വൽ ടു D/3
3 ആയിരിക്കും. ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ IGXX ഫോർ ദ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ എക്സ് എലോങ് ആയിട്ടുള്ളത് ബേസ് ബി ആണ്. ഇതിൻ്റെ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് D ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ IGXX is equal to BD cube divided by 36 ആണ്. ഓക്കെ, ഇത് ഇൻവേർട്ടഡ് ട്രയാങ്കിളിൻ്റെ കേസിൽ. ഇനി സിമ്പിൾ ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഈ എച്ച് ബാർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇവിടെ നമ്മൾ ഫ്രീ സർഫസിൽ പ്ലേസ് ചെയ്തത് കൊണ്ടാണ് ഡയറക്റ്റ്ലി D/3 വന്നത്. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഫ്രീ സർഫസ് അതിൻ്റെ അപ്പെക്സ് ഫ്രീ സർഫസിൽ തട്ടുന്ന രീതിയിൽ നമ്മളൊരു ട്രയാങ്കിൾ പ്ലേസ് ചെയ്തു. ഇങ്ങനെയാണ് ട്രയാങ്കിൾ ഇരിക്കുന്നത്. കാണാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ഫിഗർ വരച്ചിരിക്കുന്നത്. സോ ദിസ് ഈസ് ദ XX and we are having the H bar അപ്പെക്സിൽ നിന്നുള്ളതാണ്. സോ ഇറ്റ് ഈസ് 2D divided by 3. IGXX മാറ്റമില്ല. IGXX is equal to BD cube divided by 36. ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ IGXXൻ്റെ വാല്യൂ. ലെറ്റ്സ് സീ ഫോർ എ സർക്കിൾ. എഗെയിൻ സെയിം ഫ്രീ സർഫസ് ഓഫ് ദ വാട്ടറിൽ ടച്ച് ചെയ്തിട്ട് നമ്മളൊരു സർക്കുലർ ലാമിന അല്ലെങ്കിൽ സർക്കുലർ സർഫസ് വെക്കുകയാണ്. ഇതിൻ്റെ എച്ച് ബാർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എച്ച് ബാർ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ആണ്. ഏരിയ നമുക്കറിയാം πr² ആണ്. IGXXൻ്റെ വാല്യൂ വരുന്നത് ദിസ് ഈസ് ദ XX ആക്സിസ്. സോ IGXXൻ്റെ വാല്യൂ വരുന്നത് π/4 r⁴ ആണ്. ഓക്കെ, π/4 r⁴. ഇനി നെക്സ്റ്റ് വരുന്നത് സെമി സർക്കിളാണ്. സെമി സർക്കിൾ സംതിങ് ലൈക്ക് ദിസ്. ഇതിൻ്റെ XX ആക്സിസ് ഇതാണ്. എച്ച് ബാർ ഇപ്പോൾ നമ്മൾ ഫ്രീ സർഫസിൽ ടച്ച് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നതെങ്കിൽ ടോപ്പിൽ നിന്നുള്ള ഡെപ്ത് ആക്ച്വലി നമുക്ക് അറിയാവുന്ന CGയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് ബേസ് പോർഷനിൽ നിന്നാണ്. ദാറ്റ് ഈസ് 4r divided by 3π ആണ്. പക്ഷെ നമുക്ക് എച്ച് ബാർ വേണം. സോ ദിസ് ഈസ് ദ എച്ച് ബാർ. ഇത്രയും പോർഷനാണ് എച്ച് ബാർ വരുന്നത്. സോ എച്ച് ബാറിൻ്റെ ഇക്വേഷൻ വന്നിട്ട് എച്ച് ബാർ ഇസ് ഈക്വൽ ടു r minus 4r divided by 4r divided by 3π ആണ്. ഇറ്റ് ഈസ് r minus 4r divided by 3 ആണ് എച്ച് ബാർ. IGXXൻ്റെ ഇക്വേഷൻ വരുന്നത് 0.11 r⁴ ആണ്. 0.11 r⁴. സോ ദാറ്റ്സ് ഓൾ. ഇനി ട്രപ്പീസിയം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന്. സ്റ്റിൽ നമ്മൾ ഇത്രയും പഠിച്ച സ്ഥിതിക്ക് ട്രപ്പീസിയം കൂടി കവർ ചെയ്തേക്കാം. ട്രപ്പീസിയം ഇതിൻ്റെ വലുതായിട്ടുള്ള ബേസ് പോർഷൻ ഈസ് ടച്ചിങ് ദ ഫ്രീ സർഫസ്. ടച്ച് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിനെ നമുക്ക് B എന്നും താഴത്തെ പാരലൽ സൈഡിന് A എന്നും ഡെപ്ത് D എന്നും ആയിട്ട് എടുക്കാം. അപ്പോൾ ഏരിയ ഓഫ് ദ ട്രപ്പീസിയം വി നോ. ഏരിയ ഇസ് ഈക്വൽ ടു A + B divided by 2 ഇൻറ്റു ഡെപ്ത് ആണ്. ദാറ്റ് ഇസ് D. എച്ച് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എച്ച് ബാർ ഹൈറ്റ് നമ്മൾ മേളിൽ നിന്നാണ് എടുക്കുന്നത്. സോ ഇറ്റ് ഈസ് 2 times A plus B divided by A plus B the all into 3D/3. ഇതാണ് എച്ച് ബാറിൻ്റെ ഇക്വേഷൻ ഇൻ കേസ് ഓഫ് ദി ട്രപ്പീസിയം. ഹിയർ വി ഹാവ് ദ XX ആക്സിസ്. സോ IGXXൻ്റെ ഇക്വേഷൻ ഇത് വെറുതെ ഒന്ന് നോക്കിയിരുന്നാൽ മതി. യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടില്ല. IGXXൻ്റെ ഇക്വേഷൻ A² + B² + 4AB divided by A plus B into D cube divided by 36 ആണ്. So it is the moment of inertia about the XX axis that is passing through the center of gravity of the trapezium. So ഇത്രയാണ് നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ പറയാനുള്ളത്. പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ ഓൾറെഡി പ്ലെയിൻ സർഫസ് എല്ലാം തന്നെ കണ്ടു. ഇനി കർവ്ഡ് സർഫസ് നോക്കാം. ഓക്കെ, കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണുന്ന പോലെയുള്ള കർവ്ഡ് സർഫസസ് ആയിരിക്കും. അതായത് ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ് 3D പോലെ വരയ്ക്കുകയാണെങ്കിൽ, കണ്ട 3D ആണെന്ന് തോന്നുന്നില്ല, പക്ഷേ എന്നാലും 3D പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു 3D സർഫസ് ആയിരിക്കും. ഇതിനുള്ളിൽ
ഒബ്വിയസ്ലി വാട്ടർ ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ വാട്ടർ ഇതിനകത്തേക്ക് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എക്സേർട്ട് ചെയ്യും. അത് എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അനലൈസ് ലൈക്ക് എ 3D ഫിഗർ. അതുകൊണ്ട് നമ്മളിതിനെ ഇവിടെ കൊണ്ട് കട്ട് ചെയ്ത് ഒരു സെക്ഷൻ മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്നാണ് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു 3D സർഫസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൻ്റെ പ്ലെയിനിൽ നിന്ന് നോർമലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ആക്ച്വലി ഈ ലൈൻ എന്ന് പറയുന്നത് നോർമൽ ടു അവർ സ്ക്രീനാണ്. ആ രീതിയിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഒരു പോർഷൻ മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ആ രീതിയിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ കർവ്ഡ് സർഫസിൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ജസ്റ്റ് അസ്യൂം ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കർവ്ഡ് സർഫസ് ഉണ്ട്. ഈ കർവ്ഡ് സർഫസിൻ്റെ എത്രയാണ് ഫോഴ്സ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒബ്വിയസ്ലി ഫോഴ്സ് വിൽ ബി ആക്ടിങ് നോർമൽ ടു ദ കർവ്ഡ് സർഫസ്. സോ ദിസ് ഈസ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. അപ്പോൾ ഇങ്ങനെ നോർമലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ നമുക്കിതിനെ 2 കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫോഴ്സ് വെർട്ടിക്കൽ ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഫോഴ്സ് ഹൊറിസോണ്ടൽ. ഓക്കെ, ഫോഴ്സ് ഹൊറിസോണ്ടൽ ആൻഡ് ഓൾസോ ഫോഴ്സ് വെർട്ടിക്കൽ. അങ്ങനെ റിസൾട്ടൻറ്റ് ഫോഴ്സ് എഫ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് FH സ്ക്വയർ പ്ലസ് FV സ്ക്വയർ ആണ്. രണ്ടും നമുക്ക് 2ആയിട്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം വി ഹാവ് ടു ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് FH സ്ക്വയർ പ്ലസ് FV സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ FH നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ FH കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഏരിയയെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു നോക്കാം. ഈ ഒരു കർവ്ഡ് സർഫസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ചെറിയ ഇങ്ങനെ മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, ഇതിലും ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് കേട്ടോ, അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഓരോ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ നമ്മൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ലെറ്റ്സ് ഇമാജിൻ ഇത് കുറച്ച് ഇലാബറേറ്റ്, ഈ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിളാണ് ഈ എക്സാജറേറ്റ് ചെയ്ത് ഇവിടെ വരച്ചിരിക്കുന്നത്. ലെറ്റ്സ് ഇമാജിൻ ഇറ്റ് ഈസ് DA, മൈന്യൂട്ട് പാർട്ട് ഓഫ് ദ ഏരിയ ആണ്. അതിനെ DA എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഏരിയയെ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ കമ്പോണൻസ് ആക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഏരിയയ്ക്ക് ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് DA കോസ് തീറ്റ, ആൻഡ് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, ദാറ്റ് ഈസ് DA ഇൻറ്റു സൈൻ തീറ്റ. ഓക്കെ, ഏരിയയുടെ ഒരു മൈന്യൂട്ട് ഏരിയ നമ്മളെടുത്തു, കർവ്ഡ് സർഫസിൽ DA, ഇറ്റ് വിൽ ബി ലൈക്ക് ആൻ ഇൻക്ലൈൻഡ്. അത് നമ്മൾ എൻലാർജ് ചെയ്താണ് വരച്ചിരിക്കുന്നത്. ഇതുപോലെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ പോലെ ആയിരിക്കും. അപ്പോൾ അതിനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും, അതുപോലെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ DA കോസ് തീറ്റ ഏരിയയിലാണ്. ഓക്കെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് DA കോസ് തീറ്റ ഏരിയയിലും വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ സ്മോൾ ഏരിയ എലമെൻറ്റിൻ്റെ DA സൈൻ തീറ്റ ഏരിയയിലുമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വി ആർ ഡിവൈഡിങ് ഓരോ ഏരിയയും നമ്മളിതുപോലെ ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ we are getting a horizontal component and vertical component of the area. അപ്പോൾ ഈ FH ആക്ട് ചെയ്യുന്നത് ഈ ഫുൾ വെർട്ടിക്കൽ കമ്പോണൻസിലാണ്. FH is acting the full vertical component. ആ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എല്ലാം കൂടി ചേർക്കുമ്പോൾ we will get a straight line. സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു സ്ട്രെയിറ്റ് ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് എ റെക്റ്റാങ്കിൾ. ഓക്കെ, കർവ്ഡ് സർഫസിൻ്റെ പ്രൊജക്റ്റഡ് ഏരിയയാണ് ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ കർവ്ഡ് സർഫസ്. കർവ്ഡ് സർഫസിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന FH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യം. അപ്പോൾ FH ആക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഓരോ ഏരിയയും നമ്മൾ മൈന്യൂട്ട് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഫുൾ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ദ ഏരിയയിലാണ്, അതായത് വെർട്ടിക്കൽ പോർഷനിലാണ് ഈ FH ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു സ്ട്രെയിറ്റ് പോർഷനായിട്ട് കാണിക്കാം. ഇഫ് ദിസ് ഈസ് ദ കർവ്ഡ് സർഫസ്,
കർവ്ഡ് സർഫസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുമ്പോഴേക്കും നമുക്കൊരു റെക്റ്റാങ്കിൾ പോലെയാണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ദ പ്രൊജക്റ്റഡ് ഏരിയ. ഈ ഒരു പ്രൊജക്റ്റഡ് ഏരിയയെ നമ്മൾ AV എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ FH or horizontal force is equal to rho into G into H bar into area where FH is acting, that is the projected area, that is AV. ഇതാണ് horizontal force acting on a curved surface in the equation, rho G H bar into AV. So where AV is the projected area of the curved surface in the vertical plane. It is the projected area of the curved surface in the vertical plane, and H bar is the height of the center of gravity of the projected area. Projected area projected ആയിട്ടുള്ള rectangle ആണെന്നുണ്ടെങ്കിൽ projected area height of the depth of the center of gravity from the free surface ആണ് H bar എന്ന് പറയുന്നത്. സോ പ്രൊജക്റ്റഡ് ഏരിയ എന്തുകൊണ്ട് FH എടുത്തപ്പോൾ വന്നു എന്നുള്ളത് മനസ്സിലാക്കി ഇരിക്കുക. So that's all about the equation for horizontal force acting on a curved surface. ഇനി FHൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. FH നമ്മളിപ്പോൾ നേരത്തെ കണ്ടതുപോലെ ഒരു സർഫസിൽ ആക്ട് ചെയ്യുന്ന H പോലെ മാത്രമല്ലേ ഉള്ളൂ. അതായത് സാധാ ആക്ട് ചെയ്യുന്ന F പോലെ മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ നേരത്തെ എഴുതിയിരുന്ന F റോ G H ബാർ ഇൻറ്റു ഏരിയ ആയിരുന്നു. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് FH എന്ന് പറയുന്നത് പ്രൊജക്റ്റഡ് ഏരിയ റോ ജി H ബാർ ഇൻറ്റു പ്രൊജക്റ്റഡ് ഏരിയ ഓഫ് ദ കർവ് ആണ്. സോ നമ്മൾ നേരത്തെ പഠിച്ച സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. 90 ഡിഗ്രി ആണ്. ജസ്റ്റ് അസ്യൂം ദ ആംഗിൾ ആസ് 90 ഡിഗ്രി. ഓക്കെ, ഈ A എന്ന് പറയുന്നത് നമ്മളിവിടെ കേവിന് പകരം കേവിൻ്റെ പ്രൊജക്റ്റഡ് ഏരിയ ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഏരിയ ആകുമ്പോഴേക്കും ദ സെക്ഷൻ വിൽ അപ്പിയേഴ്സ് ലൈക്ക് എ റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഈ ഒരു കേർവ്ഡ് സെക്ഷൻ അപ്പിയർ ആവുന്നത്. ഇത് നമ്മുടെ AV ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ H ബാർ CP ഈക്വൽ ടു H ബാർ പ്ലസ് IGXX sin square 90 degree divided by H bar into projected area AV. ഓക്കെ, പ്രൊജക്റ്റഡ് ഏരിയ ആണ് എടുക്കുന്നത്. ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് അല്ല, പ്രൊജക്റ്റഡ് ഏരിയ ആണ് എടുക്കുന്നത്. അവിടെയാണ് FH ആക്ട് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ ഫോർ ദി FH. അപ്പോൾ FH ആക്ട് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് പ്രഷർ, നമ്മൾ നേരത്തെ കണ്ട സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. Now let's see about the vertical force. Vertical force എങ്ങനെ വരുമെന്നുള്ളത് ഒന്ന് നോക്കാം. നമ്മൾ ഒന്നും കൂടി ആ കർവ്ഡ് സർഫസ് ഒന്ന് വരയ്ക്കുകയാണ്. ഇത് നമ്മുടെ കർവ്ഡ് സർഫസ് ആണ്. ഇവിടെ ഫുൾ വാട്ടർ ഫില്ലായിട്ട് ഇരിക്കുകയാണ്. കർവ്ഡ് സർഫസിന് മുകളിൽ മൊത്തം വാട്ടർ ഫില്ലായിട്ട് ഇരിക്കുകയാണ്. സോ ദിസ് ഈസ് ദ വാട്ടർ above the curved surface. So the vertical force have to be the weight of the liquid above the curved surface. അല്ലേ, ഈ curved surface മേളിൽ എത്രത്തോളം വാട്ടർ ആണ് തങ്ങി നിൽക്കുന്നത് അതിൻ്റെ വെയിറ്റ് ആയിരിക്കും ഒബ്വിയസ്ലി ദ വെർട്ടിക്കൽ ഫോഴ്സ് ദാറ്റ് ഈസ് ആക്ടിങ് ഓൺ ദ curved surface. That is FV equal to weight of the liquid above the free surface. സോ നമുക്ക് ജസ്റ്റ് അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിച്ചാൽ മതി. വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വാട്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം ഓഫ് ദ വാട്ടർ. ഇത് ഈ ഒരു വാട്ടർ അല്ലെങ്കിൽ ലിക്വിഡ് ഫില്ല് ചെയ്തിരിക്കുന്ന വോളിയം V ആണെങ്കിൽ റോ ഇൻറ്റു ജി ഇൻറ്റു വോളിയം, ദാറ്റ് ഈസ് ദി വെയിറ്റ് ഓഫ് വാട്ടർ എബവ് കർവ്ഡ് സർഫസ്. So that is what is called as FV. So FHയും കിട്ടി, FVയും കിട്ടി. Now we have to find the location of FV. Location of FVയും കൂടി നമുക്ക് പറയണം. കർവ്ഡ് സർഫസ് ഇങ്ങനെ ഉണ്ട്. ഇതിന് മുകളിൽ ഒബ്വിയസ്ലി വാട്ടർ ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ വാട്ടർ ഫില്ല് ചെയ്തിരിക്കുന്ന ഏരിയയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്
അല്ലെങ്കിൽ ആ പോർഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണ്? ഒബ്വിയസ്ലി വെയിറ്റ് ആണ്. സോ അവിടെ കൂടെ ആയിരിക്കത്തില്ലേ വെയിറ്റ് പാസ് ചെയ്യുന്നത്? നമ്മുടെ വെയിറ്റ് തന്നെയല്ലേ നമ്മുടെ എഫ് വി എന്ന് പറയുന്നത്. സോ ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് എഫ് വി വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ വോളിയം ഓഫ് ദ വാട്ടർ എബവ് ദ കർവ്ഡ് സർഫസ് അപ് ടു ദ ഫ്രീ സർഫസ് ലെവൽ. സോ സി ജി ഓഫ് ദ വോളിയം ഓഫ് ദ വാട്ടർ ആയിരിക്കും, അവിടെ കൂടെ ആയിരിക്കും എഫ് വി അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സ് ഇതിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ പാസ് ചെയ്ത് പോകുന്നത്. സോ ഇതാണ് ലൊക്കേഷൻ ഓഫ് എഫ് വി. സോ വി ഹാവ് ഫൗണ്ട് ഔട്ട് എഫ് എച്ച് ആൻഡ് എഫ് വി. ഇനി സിംപ്ലി എഫ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ ഓൺ എ കർവ്ഡ് സർഫസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എഫ് വി സ്ക്വയർ പ്ലസ് എഫ് എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഡൺ. ഇനി നമുക്ക് പ്രഷർ ഡയഗ്രത്തിലേക്ക് കടക്കാം. പ്രഷർ ഡയഗ്രാം ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓൾറെഡി നമ്മളൊന്ന് കുറച്ച് ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് അസ്യൂം എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇസ് ഇമേഴ്സ്ഡ് ഇൻ എ വാട്ടർ. പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോഴേക്കും എല്ലാ പോയിൻറ്റും എച്ച് ഡിസ്റ്റൻസ് തന്നെയാണുള്ളത്. സോ പ്രഷർ ഡയഗ്രാം വിൽ ബി യൂണിഫോം റെക്റ്റാങ്കിൾ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, പ്രഷർ ഡയഗ്രാം മെയിനായിട്ട് നമ്മൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് എത്രയാണ് വരുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത്. സോ പ്രഷർ ഡയഗ്രാം ഇസ് എ യൂണിഫോം റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പിലായിരിക്കും ഇൻ കേസ് ഓഫ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഇനി വെർട്ടിക്കൽ പ്ലെയിൻ ആവുമ്പോൾ ഫ്രീ വാട്ടർ സർഫസ്, അതിനകത്തൊരു വെർട്ടിക്കൽ പ്ലെയിൻ നമ്മൾ ഇതുപോലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ടോപ്പ് പോർഷൻ ഇപ്പോൾ ഇത് H1 ആണെന്നുണ്ടെങ്കിൽ ബോട്ടം പോയിൻറ്റിൻ്റെ ഹൈറ്റ് H2 അല്ലെങ്കിൽ ഡെപ്ത് എന്ന് പറയുന്നത് H2-ലാണെന്നുണ്ടെങ്കിൽ ഇഫ് യു ഡ്രോ ദ പ്രഷർ ഡയഗ്രാം ഏറ്റവും മുകളിൽ റോ ജി ഇൻറ്റു H1 ആയിരിക്കും വരുന്നത്, ഏറ്റവും താഴെ വരുന്നത് റോ ജി ഇൻറ്റു H2 ആയിരിക്കും. സോ ദിസ് ഈസ് ദ പ്രഷർ ഡയഗ്രാം ഇൻ കേസ് ഓഫ് എ വെർട്ടിക്കൽ പ്ലെയിൻ. താഴോട്ട് പോകും തോറും കൂടിക്കൂടി വരുന്നതാണ് വെർട്ടിക്കൽ പ്ലെയിൻ്റെ പ്രഷർ ഡയഗ്രാം. ഇറ്റ് വിൽ ബി ലൈക്ക് എ ട്രപ്പീസിയം പോലെ അപ്പിയർ ചെയ്യും. ഓക്കെ, ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വരച്ചതാണ്. ഫ്രീ സർഫസ് ഇൻക്ലൈൻഡ് അത് ഒരു ട്രപ്പീസിയം പോലെ ആയിരിക്കും. താഴോട്ട് പോകുമ്പോഴേക്കും ഡെപ്ത് കൂടുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് എ ട്രപ്പീസിയം ഒള്ളി. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത്? പ്രഷർ ഡയഗ്രാം വരയ്ക്കുന്നത് എക്സാക്റ്റ് ഫോഴ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് സീ ഹൗ വി ഫൈൻഡ് ഔട്ട് ദ ഫോഴ്സ് ഫ്രം ദ പ്രഷർ ഡയഗ്രാം. അപ്പോൾ നമുക്കിത് വരയ്ക്കാൻ വേണ്ടി ആദ്യമേ നമുക്കൊരു വെർട്ടിക്കൽ പ്ലേറ്റ് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാം. ഇമാജിൻ എ വെർട്ടിക്കൽ പ്ലേറ്റ് സംതിങ് ലൈക്ക് ദിസ്. H1, താഴത്തത് H2. നമ്മളിത് ഓൾറെഡി കണ്ടതാണ്. പ്രഷർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ട്രപ്പീസിയം പോലെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നമ്മുടെ സർഫസിൻ്റെ ഒരു എൻഡ് മാത്രമാണ്. ഇത് നമുക്കൊരു 3D ഫിഗർ ആയിട്ടൊന്ന് വരച്ച് നോക്കിയാലോ? ജസ്റ്റ് ഡ്രോ ഇറ്റ് ലൈക്ക് എ 3D ഫിഗർ. ഈ പ്രഷർ ഡയഗ്രാം ഈ ഏരിയ എന്ന് പറയുന്നത് സംതിങ് ലൈക്ക് ദിസ് ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ ഡയഗ്രാം വന്നിട്ട് ഇവിടെ ഇറ്റ് വിൽ ബി എ ട്രപ്പിസോയിഡൽ പ്രിസം ആയിരിക്കും. ഓക്കെ, ട്രപ്പിസോയിഡൽ പ്രിസം പോലെ ആയിരിക്കും ഉണ്ടാവുക. അത്ര ഫിഗർ അത്ര ശരിയായിട്ടില്ല. എനിവേ ഇറ്റ് ഇസ് എ ട്രപ്പിസോയിഡൽ പ്രിസം. അപ്പോൾ ഈ ഒരു ട്രപ്പിസോയിഡൽ പ്രിസത്തിൻ്റെ മുകളിൽ കുറഞ്ഞ വാല്യൂ, താഴോട്ട് ഡെപ്ത് കൂടുന്തോറും ഹയർ വാല്യൂ ആണ് വരുന്നത്. ഈ ഒരു ട്രപ്പിസോയിഡൽ പ്രിസത്തിൻ്റെ വോളിയം എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ we can get to the force out of the pressure diagram. So volume of the trapezoidal prism of the pressure diagram will give you the force acting on the surface. So ഈ trapezoidal prism നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല, ഞാൻ ഇതൊന്നുകൂടി ഒന്ന് മാറ്റി വരയ്ക്കാം. ഓക്കെ, ഇറ്റ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. പ്രിസം മാത്രമാണ് വരയ്ക്കുന്നത്, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ദ ട്രപ്പിസോയിഡൽ പ്രിസം. ഏറ്റവും ടോപ്പിൽ ഉള്ള ഡെപ്ത് D ആണ്. ഇത് വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ആണ്. വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് വരുന്നത് B ആണ്.
അപ്പോൾ റോ ജി ഇൻറ്റു H1 ആണ് ഏറ്റവും ടോപ്പിൽ വരുന്ന പ്രഷർ. താഴെയുള്ള പ്രഷർ റോ ജി ഇൻറ്റു H2 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദി particular prism. Volume is equal to area of the trapezium. ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ഇൻറ്റു ഫുൾ വിഡ്ത്ത് ചെയ്താൽ നമുക്ക് ടോട്ടൽ വോളിയം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് റോ ജി H1 പ്ലസ് റോ ജി H2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഡെപ്ത്ത് ഡി ഇൻറ്റു വിഡ്ത്ത് ബി ചെയ്യുമ്പോൾ വോളിയം നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി into H1 plus H2 divided by 2 into D into B. ഈ H1 plus H2 divided by 2 എന്ന് പറയുന്നത് H bar of the trapezium ആണ്, ഈ ട്രപ്പിസോയിഡൽ പ്രിസത്തിൻ്റെ. So we can write the volume as rho G into H bar into area of the surface, that is A. ഇതല്ലേ നമ്മൾ പഠിച്ച ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ പ്രഷർ. So the volume of the pressure diagram will give you the total pressure acting on the surface. സോ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഡെറിവേഷനും കാര്യങ്ങളൊന്നും അങ്ങനെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തല്ല ചെയ്തിരിക്കുന്നത്. എക്സാമിന് വേണ്ട ഇക്വേഷൻസ് മാത്രം സെലക്ട് ചെയ്താണ് ചെയ്തിരിക്കുന്നത്, പിന്നെ കുറച്ച് കോൺസെപ്ച്വൽ പോയിൻറ്റ്സും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറെ എന്തെങ്കിലും പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും പറയുക. താങ്ക് യു.